കുവൈറ്റ് നേരെ തുടർച്ചയായ ആക്രമണമായി ഇറാൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ഇറാനിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ബന്ദർ അബ്ബാസിൽ പാലങ്ങൾ തകർത്ത് 2 പേർ മരിച്ചു എന്നൊരു പുതിയ വിവരം കൂടിയുണ്ട്. ഹോർമൂസ് കടക്കാൻ അനുമതി തേടിയ കപ്പലുകളിൽ 21% ഇന്ത്യയുടേത് എന്ന വിവരം കൂടി ഇപ്പോൾ വരികയാണ്. സ്ഥിതി അത്യന്തം ആശങ്കാജനകമായി തുടരുകയാണ്. ഇറാനിലെ പാലങ്ങളും റോഡുകളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് കഴിഞ്ഞയിടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു, മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഇറാനിൽ ഉണ്ടായിട്ടുള്ളത്. ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന തുറമുഖ നഗരത്തിലേക്ക് വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പാലങ്ങൾ തകർത്തു എന്നാണ് റിപ്പോർട്ട്. ബന്ദർ അബ്ബാസിനെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ് തകർത്തത്. 2 പേർക്ക് ഇതിൽ ജീവൻ നഷ്ടമായി, 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി വിതരണ കേന്ദ്രങ്ങളും ജലവിതരണ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ചതായി റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് കുവൈറ്റിലേക്കും ഇറാനിലേക്കും ഉണ്ടായിട്ടുള്ള കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഉണ്ടായിട്ടുള്ള ഇറാന്റെ ആക്രമണങ്ങൾ. കുവൈറ്റിൽ അലി അൽ സലേം എന്ന് പറയുന്ന അമേരിക്കയുടെ വ്യോമതാവളം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം. വ്യോമതാവളത്തിലെ റഡാർ സംവിധാനങ്ങൾ അടക്കം തകർത്തു എന്നുള്ളതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ബഹ്റൈനിലേക്കും ആക്രമണം ഉണ്ടായി. ബഹ്റൈനിലെ അമേരിക്കൻ നാവിക താവളം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്ന് അറിയിക്കുന്നുണ്ട്. കുവൈറ്റിലേക്ക് ഇന്നലെ മാത്രം 33 ഡ്രോണുകൾ ഉപയോഗിച്ചു. ഇന്ന് പുലർച്ചെയും ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ സ്ഥിരീകരണം. അതോടൊപ്പം തന്നെയാണ് ജോർദാനിലേക്കും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം തുടരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും സംഘർഷാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കൂടുതൽ ചരക്ക് കപ്പലുകളൊന്നും അതിലൂടെ കടന്നു പോകുന്നില്ല. അമേരിക്കയുടെ ഉപരോധം, ഇറാനെതിരായിട്ടുള്ള നാവിക ഉപരോധം അവിടെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സൈനിക വിന്യാസം കൂടി. അമേരിക്കൻ സൈന്യം പിന്മാറാതെ ഹോർമൂസ് തുറക്കില്ല എന്നുള്ള നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും ഹോർമൂസും അത്തരത്തിൽ സംഘർഷഭരിതമാണ്. ഒരു സമാധാനത്തിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ദുബായിൽ നിന്നും സുരേഷ് വെളിവിറ്റം, മാതൃഭൂമി ന്യൂസ്.